അക്ഷയ് ഗവൺമെന്റ് UPS പോത്തൻതോടിലെ അറബിക് അധ്യാപകനാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഈ PSC എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആണ്. വീട്ടമ്മമാരാണെങ്കിൽ പോലും അവർ പറയുന്ന ഒരു പ്രശ്നമാണ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇത്രയും വർഷം ഇനി അഥവാ ഇത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇത്ര ഒരു നോട്ടിഫിക്കേഷൻ വരെ ഇത്രയും സമയം നമ്മൾ ക്യാപ്റ്റൻ ജോലിയിൽ നിൽക്കുമ്പോൾ നമ്മളെ വാക്ക് എല്ലാവരും കേൾക്കണം. ഇപ്പൊ അന്ന് തള്ളി പറഞ്ഞവരൊക്കെ ഇപ്പം നമുക്ക് വേണമെന്നൊരു ആവശ്യം ഈ നിലയിൽ നിൽക്കുമ്പോൾ നമ്മളെ ഒരു സ്ഥലത്ത് ഒരു മാനിക്കണം. അപ്പൊ കേട്ടിട്ട് എത്ര പഠിച്ചിട്ടും കിട്ടാതെ വന്നപ്പോൾ ഞാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തതാണ്. കേട്ടിട്ട് ഞാൻ വേറെ ക്ലാസ്സുകളിലും കയറിയിട്ടുണ്ടായിരുന്നു. ഒരേ സമയം കൂടുതൽ വിഷയം ഇട്ട് ഇളക്കി മറിക്കാതെ പഠിക്കുന്ന വിഷയം തീർത്ത് പഠിക്കുക. തള്ളി പറഞ്ഞ ആരെങ്കിലും പിന്നീട് ഈ ജോലി കിട്ടിയതിന് ശേഷം കണ്ടപ്പോ അങ്ങനെ വല്ലൊരു അനുഭവം പറ്റത്തില്ല, പുറത്തോട്ട് പോവാം, അത് ഭയങ്കര സംശയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു വിജയത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എത്രത്തോളമായിരുന്നു അക്ലോറയുടെ ഹെൽപ്പ് എന്ന് പറയുന്നത്? ഏതൊരാളുടെയും സ്വപ്നമാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഒരു PSC പരീക്ഷയൊക്കെ എഴുതി ഗവൺമെന്റ് സർവീസിൽ കയറുക എന്നുള്ളത്. അങ്ങനെ 25-ാമത്തെ വയസ്സിൽ ഒരു ഗവൺമെന്റ് സർവീസ് അധ്യാപകനായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. എഴുതിയ PSC പരീക്ഷകളിൽ 6 ലിസ്റ്റുകളിലും മികച്ച റാങ്ക് നേടുകയും അതിൽ തന്നെ NCAയിൽ ആദ്യ റാങ്കുകൾ വരികയും ചെയ്തിട്ടുള്ള അക്ഷയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത്. അക്ഷയ് ഗവൺമെന്റ് UPS പോത്തൻതോടിലെ അറബിക് അധ്യാപകനാണ്. അപ്പോൾ അക്ഷയുടെ കാര്യങ്ങൾ, അക്ഷയ് എങ്ങനെയാണ് ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി എടുത്തത് എന്നൊക്കെ നമുക്ക് അക്ഷയിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. അക്ഷയ് നമസ്കാരം. അക്ഷയ്, ഒരുപാട് സന്തോഷമുള്ളൊരു സമയത്താണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാളുടെയും സ്വപ്നമാണ് ഗവൺമെന്റ് സർവീസിൽ കയറുക എന്ന് പറയുന്നത്. അപ്പോൾ അക്ഷയിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചെറിയൊരു പ്രായത്തിൽ, അതും ഒരു റാങ്ക് ലിസ്റ്റോ 2 റാങ്ക് ലിസ്റ്റോ അല്ല, 6 റാങ്ക് ലിസ്റ്റ് വരികയും എന്നിട്ട് ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജോലിയിലേക്ക് കയറുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്തായിരുന്നു ഈ അപ്പോയിൻമെന്റ് ഓർഡറും അതുപോലെ തന്നെ അഡ്വൈസും ഒക്കെ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായ ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു? വീട്ടുകാരുടെയും അക്ഷയിൻ്റെയും ഒക്കെ ഒരു നിമിഷം എങ്ങനെയായിരുന്നു എന്ന് പറയാം? വളരെ നല്ല സന്തോഷപൂർവമായ ഒരു നിമിഷമായിരുന്നു. ജീവിതത്തിൽ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോയിൻമെൻ്റ് ലെറ്റർ അല്ല, അതിന് മുമ്പ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ തന്നെ അതിയായ സന്തോഷമായിരുന്നു. അതിനുശേഷം അഡ്വൈസും അപ്പോയിൻമെൻ്റൊക്കെ വന്ന് ഒരു സ്കൂൾ ജീവിതത്തിലോട്ട് തുടങ്ങാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നമുക്കത് സ്വപ്നം എന്നുള്ള രീതിയിൽ അത് ഇങ്ങനെ മുന്നോട്ട് പോയൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം നടന്നപ്പോൾ വളരെ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും PSC പരീക്ഷകളൊക്കെ എഴുതുന്ന ആളുകൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റിവിറ്റിയാണ്. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നാട്ടുകാരാകട്ടെ വീട്ടുകാരാകട്ടെ നീ ഇപ്പം ഇത്രയും നാളും പഠിച്ച് ഇനി എന്ത് നേടി, ഇനി ഇതിൻ്റെ പുറകെ നടന്ന സമയം കളയണോ എന്നൊക്കെ സാധാരണ രൂപത്തിൽ പറയാറുണ്ട്. അപ്പം അക്ഷയ്ക്ക് അങ്ങനെ ഇപ്പോൾ വീട്ടുകാരല്ലെങ്കിൽ അറിയുന്ന ആളുകളിൽ നിന്നൊക്കെ അത്തരം ഒരു നെഗറ്റീവായിട്ടുള്ള കമൻസ്, അപ്രോച്ചുകൾ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് അക്ഷയ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയാമോ? സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഈ PSC എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആണ്. കാരണം എല്ലായിടത്തും ഇപ്പൊ അങ്ങനെയാണല്ലോ, കുറെ ആളുകൾ പരിശ്രമിച്ചിട്ട് കുറെ നാളുകൾ കിട്ടാതെ വരുന്നത്. അപ്പം പറ്റോ അല്ലെങ്കിൽ പുറത്തോട്ടാണ് നോക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വിഷമം തോന്നുന്നു. അപ്പൊ സാറ് തന്നെ അതിനകത്തൊരു മെയിൻ ഘടകം. ഞാൻ സാറിന്റെ മെസ്സേജ് അയക്കുമായിരുന്നല്ലോ. അപ്പം സാറിന്റെ മോട്ടിവേഷനും എല്ലാം കൊണ്ട് മുന്നോട്ട് പോയി ഈ നിലയിൽ നിൽക്കുന്നു. പക്ഷെ എനിക്ക് അക്ഷയുടെ ഇടയ്ക്ക് നമ്മുടെ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത സമയത്ത് അക്ഷയ് ആദ്യം ചോദിച്ചിരുന്ന ഒരു സംശയമുള്ള സംഭവം ഉണ്ടായിരുന്നു. സാറേ, എനിക്കിത് നേടാൻ പറ്റുമോ, ഇത് കുറേ പേരില്ലേ, ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോ എന്നുള്ള ഒരു കോള്. തൊട്ടപ്പുറത്ത് കുറേ നാളുകൾക്ക് ശേഷം അക്ഷയ് വീണ്ടും വിളിച്ചിട്ട് ചോദിക്കുന്നു, സർ എനിക്ക് 2-3 സ്ഥലത്ത് അഡ്വൈസ് വന്നിട്ടുണ്ട്, ഞാൻ ഏത് എടുക്കണം എന്നുള്ളത്. രണ്ടിൻ്റെയും ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമാണ്. കാരണം ആദ്യം വന്നിട്ട് സംശയിച്ച് നിൽക്കുന്ന ഒരു മോട്ടിവേഷൻ ലെവൽ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവാണ് അവിടെ വന്നിട്ടുള്ളത്, എനിക്ക് പറ്റുമോ എന്നുള്ളത്. അപ്പം ആ ഒരു ലെവലിൽ നിന്നും ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ തീർച്ചയായിട്ടും ഒരുപാട് പരിശ്രമങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടാകും. എന്തായിരുന്നു ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ തോന്നിയിട്ടുള്ളത്? കാരണം ആ ഒരു ആത്മവിശ്വാസക്കുറവിൽ നിന്നും ഇങ്ങനെ ഒരു മോട്ടിവേഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി, നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മളെ മുന്നോട്ട് നയിക്കാനും കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എല്ലാവരും നമ്മളെ എത്തേണ്ടടുത്ത് എത്തിച്ചേരും. അതാണ് ഞാൻ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത്. കാരണം പറ്റത്തില്ല, പുറത്തോട്ട് പോവാം, പറ്റുമോ, നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത്രയും വർഷം ഇനി അഥവാ ഇത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇത്ര ഒരു നോട്ടിഫിക്കേഷൻ വരെ ഇത്രയും സമയം
അപ്പൊ എങ്ങും എത്താതാവുമോ അതിനകത്തും എന്നുള്ളൊരു ചിന്ത വന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു സന്തോഷമുള്ളൊരു സമയമാണ്. ഈ അക്ഷയന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ജോലിയും ചെയ്യാൻ അക്ഷയ് തയ്യാറാണ്. അപ്പോൾ ഒരു കാറ്ററിംഗ് ജോലിയിൽ നിന്ന്, കാറ്ററിംഗ് ജോലി എന്ന് പറയുന്ന ഒരു മോശമായിട്ടുള്ള ജോലിയല്ല, എല്ലാ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള മാന്യത ഉണ്ട്. പക്ഷേ ഒരു കാറ്ററിംഗ് ജോലിയിൽ നിന്നും ഒരു ഗവൺമെൻറ് സർവീസ് അധ്യാപകനായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാകാം, അതല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാകാം. ഈ രണ്ട് മാറ്റങ്ങളും ഏത് രൂപത്തിലായിരുന്നു? വ്യക്തി എന്ന നിലയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഒരു കാറ്ററിംഗ് വർക്കിൽ നിന്നും ഈ പറഞ്ഞ ഒരു സർക്കാർ അധ്യാപകനിലേക്ക് മാറുമ്പോൾ ഉണ്ടായിട്ടുള്ളത്? അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആദ്യം പറയുമ്പോൾ ആളുകൾ പറയും ഒരു കാറ്ററിംഗ് ബോയ് എന്നുള്ള നിലക്ക് നീ ഇത്രയും പഠിച്ചിട്ട് ഇതിനാണ് പോകുന്നത് എന്നുള്ള ആ ഒരു ടൈപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് രണ്ട് തലത്തിലും, വ്യക്തിയായിരുന്നാലും സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്? കാറ്ററിംഗ് മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ കുറെ ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകുന്നുണ്ട്. അപ്പൊ അതിലും ഒരു ഡിസിപ്ലിൻ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ഡിസിപ്ലിനിൽ നിന്ന് ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ളൊരു നിലയിലെത്തുമ്പോൾ നമ്മൾ സമൂഹമായിട്ട് ഇടപെട്ടതുപോലെ കുട്ടികളെ നമുക്കത് കൂടുതൽ ഇടപഴകാൻ സഹായിക്കും. അപ്പൊ അവിടെ നമുക്കൊരു ഡിസിപ്ലിൻ കിട്ടും. പിന്നെ കാറ്ററിംഗ് ജോലിയിൽ നിന്ന് അധ്യാപക ജോലിയായിട്ട് മാറിയപ്പോൾ നമ്മൾ കാറ്ററിംഗ് ജോലിയിൽ നിൽക്കുമ്പോൾ നമ്മളെ വാക്ക് എല്ലാവരും കേൾക്കണമെന്നില്ല. പക്ഷേ ഇപ്പൊ ഈ നിലയിൽ നിൽക്കുമ്പോൾ നമ്മളെ ഒരു സ്ഥലത്ത് ഒരു മാനിക്കും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഒരു അധ്യാപകൻ പറയുന്നു എന്നുള്ള ഒരു വ്യത്യാസം. മറ്റേതൊരു നേരത്തെ പറഞ്ഞ പോലെ കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു പുച്ഛം പൊതുവെ സമൂഹത്തിനുണ്ടാകുമ്പോഴാണ് അവർ ചോദിക്കുന്നത് എങ്ങോ പഠിച്ചിട്ട് എന്തായി, എങ്ങോ എത്തിയില്ലേ എന്നുള്ളൊരു ചോദ്യം. അതായിരുന്നു ഒരു നെഗറ്റിവിറ്റി, ഏറ്റവും വലിയൊരു. അതിൽ നിന്ന് ഇത്രയും പഠിച്ചിട്ട് എവിടെയും എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു നെഗറ്റിവിറ്റി ഭയങ്കര ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ അധ്യാപകനാകുമ്പോ ആ ഒരു റെസ്പെക്ട് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കാറ്ററിംഗ് ജോലിയിൽ നിന്ന് മാറിനകത്തേക്ക് വരുമ്പോൾ ഒരു റെസ്പെക്ട് കൂടും. അന്ന് തള്ളി പറഞ്ഞവരൊക്കെ ഇപ്പം പറ്റുമായിരുന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അന്ന് അങ്ങനെ തള്ളി പറഞ്ഞ ആരെങ്കിലും പിന്നീട് കണ്ടപ്പോ അല്ലെങ്കിൽ പിന്നീട് ഈ ജോലി കിട്ടിയതിന് ശേഷം കണ്ടപ്പോ അങ്ങനെ വല്ല ഒരു അനുഭവം അങ്ങനെ വല്ല? തീർച്ചയായും ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. നമ്മളത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും ആൾക്കാരുടെ വിചാരം നമ്മൾ കാറ്ററിംഗ് ആയിട്ട് അങ്ങനെ ആയി പോയി എന്നുള്ളൊരു ചിന്തയാണ്. അതിൽ നിന്ന് അധ്യാപകനായപ്പോൾ അവരും ഷോക്കായ ഒരു സന്ദർഭമാണ്. ഇതെങ്ങനെ കിട്ടി എന്നുള്ള ഒരു ഷോക്കിലായിരിക്കും. ഇവനൊക്കെ കിട്ടുമോ ഒരു ഭാവം ഉണ്ടാവും. ശരിക്കും ഈ കാറ്ററിംഗ്, ഞാൻ വീണ്ടും പറയുന്നത്, കാറ്ററിംഗ് അക്ഷയനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാറ്ററിംഗ് ജോലി ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ടീച്ചറായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം അത് നേരത്തെ ഉണ്ടായിട്ടുള്ളതാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ടീച്ചറായിട്ട് മാറണം എന്നുള്ള രൂപത്തിലേക്ക് വന്നതാണോ? അല്ല, ടീച്ചർ ആവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോഴ്സ് പഠിക്കാൻ പോയത്. അതിനുശേഷം എൻ്റെ കോഴ്സ് കഴിഞ്ഞ സമയത്താണ് കൊറോണ അങ്ങനെയൊക്കെ സ്റ്റാർട്ടായത്. അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് പുറത്ത് വേറെ ജോലിക്കൂടെ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് വേണ്ട, ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു മടുപ്പ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിനെ റിക്കവർ ചെയ്തെടുത്തിട്ടുള്ളത്? റിക്കവർ ചെയ്തെടുത്തത് തീർച്ചയായും സാറിന്റെ തന്നെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആണ്. നമുക്ക് കേട്ടിട്ട് ഞാൻ വേറെ ക്ലാസ്സുകളിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കേട്ടിട്ട് എത്ര പഠിച്ചിട്ടും കിട്ടാതെ വന്നപ്പോൾ ഞാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തതാണ്. പുറത്തോട്ടാണ് നോക്കാം, നാട്ടിൽ നിൽക്കണ്ട എന്നുള്ള ചിന്ത. അപ്പോൾ അവസാനം ഇതേ കണക്ക് യൂട്യൂബിലൊക്കെ സാറിൻ്റെ ക്ലാസ് കണ്ട് അപ്പോൾ എന്തായാലും ഇതും കൂടെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ ക്ലാസ്സിൽ കയറി. സാറിൻ്റെ ആണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. സാറ് തന്നെയാണ് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. അത് എപ്പോഴും എവിടെയും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ സാറിന് അറിയാമായിരിക്കുമല്ലോ, ഞാൻ സാറിന് മെസ്സേജ് അയക്കുന്നതല്ലേ, ഭയങ്കര സംശയത്തിന്റെ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ശരിയാകോ എന്നുള്ള, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു സംശയത്തിൽ നിന്നും അടുത്തൊരു സംശയത്തിലേക്ക് വരും. ഞാൻ ഏത് തിരഞ്ഞെടുക്കണം? രണ്ടും വ്യത്യാസമുണ്ട്. മറ്റേതൊരു നെഗറ്റിവിറ്റിയുടെ സംശയമാണ്, എനിക്കത് പറ്റോ ഇല്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു സംശയത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് വിജയം നേടിയിട്ടുള്ള ഒരാളുടെ സംശയമാണ്, ഞാൻ ഏത് തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ജില്ലയിൽ വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു അവസരം ടൈമിൽ കിട്ടി. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ല തീർച്ചയായിട്ടും. മറ്റേത് ഒരു അഡ്വൈസ് എങ്കിലും വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നും ഈ ഇത്രയും റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഇത്രയും അഡ്വൈസ് വരുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഉള്ളത് എന്തായിരുന്നു ഏറ്റവും ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഈ പറഞ്ഞതുപോലെ അടുത്ത് കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമല്ലേ, നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ജോലി ചെയ്യാന്നുള്ള. തീർച്ചയായിട്ടും അതിൽ നിന്ന് സ്വപ്നമാണ് നമുക്ക് എവിടെങ്കിലും PSC കയറി പറ്റുക എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് എന്നെ കൺഫ്യൂഷൻ ആവുന്ന ഒരു നിലയിൽ ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളത് അല്ലെ.
ഈ സ്വാഭാവികമായിട്ടും അക്ഷയനെ കുറിച്ച് പറയുമ്പോൾ അക്ഷയ് ചെറുപ്പം മുതലേ അറബി പഠിച്ചിട്ടുള്ള ഒരു ആളൊന്നുമില്ല അല്ലേ, ഇടക്കാലം വെച്ചിട്ട് അറബിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പം മുതൽ അറബി പഠിച്ചിട്ടുള്ള കുട്ടികൾ പോലും ഇത് പറ്റുന്നില്ലല്ലോ എന്ന് പൊതുവേ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ഒരു മാതൃകയാണ് ശരിക്കും. അറബിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ അറബി പഠിക്കുകയും എന്നിട്ട് ഇത്രയും റാങ്ക് ലിസ്റ്റിലേക്ക് വരികയും ജോലിയിലേക്ക് വരികയും ചെയ്യാമെങ്കിൽ സ്വാഭാവികമായിട്ടും തുടക്കം മുതലേ അല്ലെങ്കിൽ നേരത്തെ മുതലേ അറബി പഠിക്കുന്നവർക്ക് എന്തായാലും പറ്റുന്നതാണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പലതവണ PSC എഴുതിയിട്ട് കിട്ടാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന കുട്ടികളോട് എന്താണ് അക്ഷയ്ക്ക് പറയാനുള്ളത്? ഇതിനകത്ത് ടെൻഷൻ ആവാൻ വേണ്ടി സാധ്യത ഒന്നുമില്ല എന്നുള്ള ഞാനിവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ സ്ഥിരതയുള്ളൊരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അതുപോലെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക. പക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി ഒരിക്കലും ടെൻഷൻ ആവില്ല. എൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം അതാണ്. ഞാനപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു സംശയം നമുക്ക് വരും. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഒരേ സമയം കൂടുതൽ വിഷയം ഇട്ട് ഇളക്കി മറിക്കാതെ പഠിക്കുന്ന വിഷയം തീർത്ത് പഠിക്കുക. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയത്. എങ്ങനെയായിരുന്നു ആ പഠന രീതി? എല്ലാവർക്കും ആ പഠന രീതിയിൽ അറിയാനായിരിക്കും കുറച്ചുകൂടെ. പ്രത്യേകിച്ച് ഒരു അത് ഇത്ര ടൈം പഠിക്കും, ഒരു ദിവസം ഇത്രയും ടൈം പഠിക്കും, അതിൽ പ്രത്യേകിച്ച് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിരുന്നോ? എങ്ങനെയായിരുന്നു ശരിക്കും ആ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും ചിലപ്പോൾ അതായിരിക്കുമല്ലോ, എന്തുകൊണ്ട് ഇത്ര റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു, ആ പഠന രീതി എനിക്കും ഫോളോ ചെയ്യണം എന്നുള്ളതായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് അത് ശ്രദ്ധിച്ചിരുന്നത് റാങ്കിലേക്ക് എത്താൻ വേണ്ടി? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, നമ്മൾ വേറൊരാളുടെ ടൈം ടേബിൾ കണ്ട് പഠിക്കാൻ നിന്നാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ള ചിന്ത. തീർച്ചയായിട്ടും, കാരണം അവരുടെ ഒരു ടൈം ആയിരിക്കില്ല നമുക്ക് വരുന്നത് അല്ലേ. അപ്പൊ ഞാൻ എൻ്റെതായ പഠന രീതി ഞാൻ കണ്ടെത്തിയെന്ന് വെച്ചാൽ, ഞാൻ ഇതേ കണക്ക് ഓരോ ജോലിക്ക് പോണത് കൊണ്ട് രാവിലെ പഠിക്കും, പിന്നെ ഉച്ചയ്ക്ക് കവർ ചെയ്യും, അതുപോലെ വൈകുന്നേരം കവർ ചെയ്യും. പക്ഷേ ഇതിനകത്ത് എല്ലാം ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാൽ, ഇന്ന് നോക്കുന്ന സംഭവം ഞാൻ പിറ്റേന്ന് നോക്കും. അല്ലാതെ ഇന്നത് പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിറ്റേന്നത്തേക്ക് അത് മാറ്റി വെക്കില്ല. നമുക്ക് എത്ര അത് തന്നെ മനസ്സിൽ നിന്ന് ഓർത്തെടുക്കാൻ നോക്കിയാലും ഓർത്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പോലും ഞാൻ പിറ്റേന്ന് വീണ്ടും അത് റിപ്പീറ്റ് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പം നമുക്ക് റിപ്പീറ്റ് നോക്കും തോറും നമുക്ക് പരീക്ഷാ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതുപോലെ നമുക്കത് മനസ്സിൽ ഓർമ്മ വരും. സ്ഥിരതയുള്ളൊരു പഠനം ആര് പഠിക്കുകയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ ഒരുപാട് വിഷയമായിട്ട് കൂട്ടി കിഴക്കാതിരിക്കുക. നമ്മൾ പഠിക്കുന്ന വിഷയം തീർത്തു പോവുക. അതായത് പഠിക്കുന്നതല്ല, കറക്റ്റ് ആയിട്ട് പഠിക്കുക. അവിടുന്ന് ഇവിടുന്ന് കുറച്ച് നമുക്ക് അവിടെ നോക്കാനുണ്ടോ ഇവിടെ നോക്കാനുണ്ടോ, അയ്യോ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ വെപ്രാളം പിടിക്കാതെ നമ്മൾ നോക്കുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് പോവുക. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കിട്ടും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അത് ഏറ്റവും ടഫായിട്ടുള്ളൊരു ഇതേതായിരുന്നു പഠിച്ച സബ്ജക്റ്റുകളിൽ? പഠിച്ചത് ടഫായിട്ടുള്ള നെഹ്വ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഏറ്റവും നല്ലതും ഇഷ്ടമുള്ളത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതും എനിക്ക്. പക്ഷെ എനിക്ക് ഈ ശരിക്കും അക്ഷയന്റെ ഒരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്, സാധാരണ ഇപ്പോഴത്തെ ഒരു കുട്ടികൾ മാതൃകയാക്കേണ്ട സംഭവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനും ഭയങ്കര ഡൗട്ട് ആയിരിക്കുള്ളൂ. ഞാൻ തന്നെ അല്ലേ, അത് ഏത് സമയം അങ്ങനെ ഒന്നുമില്ല. അക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകണം. എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് എനിക്ക് തോന്നുന്നത്. അവരിങ്ങനെ നമ്മൾ നോട്ട് കൊടുക്കുന്നു, ക്ലാസ് കാണുന്നു, അതിങ്ങനെ കണ്ട് കാണാപ്പാടം പഠിക്കുന്നു. എന്തെങ്കിലും ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് അതിൻ്റെ പുറകെ പോകുക എന്നുള്ളൊരു സ്വഭാവം പൊതുവെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ട്. അങ്ങനെ ഉള്ളവരുണ്ട് ഓഫ് കോഴ്സ്, പക്ഷെ പൊതുവെ കുട്ടികൾക്ക് കുറവാണ്. ഇപ്പോൾ പഠിച്ച ആ ഒരു സംഭവം തന്നെ പഠിച്ചു പോകുന്നത്. പക്ഷെ അക്ഷയ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് സംശയങ്ങൾ അല്ലെ, നമ്മൾ തന്നെ എത്രയോ നമ്മുടെ വാട്സാപ്പ് ചാറ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് ഒരുപാട് സംശയങ്ങൾ ഈ വിഷയത്തിൽ അക്ഷയ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അതിന് എന്തോ ഒരു തൃപ്തി വരാത്തത് പോലെയല്ല. അയ്യോ അത് അങ്ങനെ തന്നെയാണോ ഇങ്ങനെയാണോ എന്നുള്ളത്. സോ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്കത് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു നല്ലൊരു ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട് അക്ഷയ്ക്ക്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു ഡൗട്ട് ക്ലിയറൻസ് നമുക്ക് വേണം എന്നുള്ളത് എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നത്? അത് പണ്ട് പോലെ ഉള്ളതാണ്. ഏതൊരു കാര്യം ഇപ്പൊ പഠനമെന്നല്ല, ഞാൻ ഏതൊരു കാര്യം ചെയ്യാൻ നോക്കിയാലും അത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യണമെന്നുള്ള ഒരു പ്രശ്നമാണ് എൻ്റെ. അല്ല, അത് എനിക്കൊരു ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ എന്നിട്ട് പറഞ്ഞതുപോലെ എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെയ്യുന്ന കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഭവം ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതും ഇതിന്റെ ഒരു ഘടകമാണ് അല്ലേ. അതിപ്പം ഫോണൊക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മളൊരു സംഭവം പഠിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ നോക്കാന്ന്. അപ്പം നമ്മൾ പഠിച്ച മേഖലയിൽ നിന്ന് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തുകൊണ്ട് അത് വന്നു എന്ന് നോക്കിയിട്ട് അതിന്റെ ഉള്ളിലോട്ട് നമ്മളും കൂടെ കുറച്ച് പോകാൻ ശ്രമിക്കുക. ഇപ്പൊ ഏതൊരു ക്ലാസ്സിൽ നമ്മൾ ചേർന്നാലും
ചിലപ്പോൾ അവർ മനഃപൂർവ്വം വിട്ടുപോകണമായിരിക്കില്ല, ചിലപ്പോൾ അവരുടെ ഇത് എന്തെങ്കിലും കാരണവശാൽ അവർക്കും വിട്ടുപോകണ വല്ല വിഷയമായിരിക്കാം. അപ്പം നമ്മളും കൂടെ കൂടുതൽ കണ്ടെത്തി പഠിക്കാനും കൂടെ ശ്രമിക്കുക. അല്ലാതെ നമ്മളൊരു ക്ലാസ്സിന് ചേർന്ന് അതിൽ തന്നെയാണ് എല്ലാം എന്ന് വിശ്വസിക്കാതെ, അതിലെല്ലാം ഉണ്ട്, പക്ഷെ അവർ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ എല്ലാം സാധിക്കും. പക്ഷെ എന്നാലും നമ്മൾ കൂടുതൽ കണ്ടെത്തിയാൽ ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ. തീർച്ചയായിട്ടും. അപ്പം നമ്മളും കൂടെ കൂടുതൽ കരുതൽ, നമ്മുടെയും കൂടെ ഒരു പരിശ്രമം അതിനകത്ത് വേണം. നമ്മളും കൂടെ കൂടുതൽ കരുതൽ അതിനകത്ത് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പൊ കൂടുതൽ കണ്ടെത്താൻ ഞാനും കൂടെ ശ്രമിച്ചു. ആ കണ്ടെത്തുന്നതിന്റെ ഫലമായിട്ടുള്ള സംശയമാണ് സാറിന്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചല്ലോ. പക്ഷെ ഞാനതൊക്കെ എൻജോയ് ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ചിലപ്പോൾ രാത്രി ആകാം, അല്ലെ ചിലപ്പോൾ ഏതെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്താകാം. പക്ഷെ മാക്സിമം ഞാനും അങ്ങനെയുള്ള ഇപ്പൊ കുട്ടികൾ ചോദിക്കുന്ന, പക്ഷേ മാത്രമല്ല മാക്സിമം പിള്ളേർ ചോദിക്കുന്ന റിപ്ലൈക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. എനിക്ക് ആ സമയത്ത് അറിയാവുന്ന, അതല്ലെങ്കിൽ അറിയാത്തതാണെങ്കിൽ പിന്നീട് കുട്ടികളോട് ചോദിച്ചിട്ട് ഞാൻ പറയാറുണ്ട്. ഇവിടെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പല കുട്ടികളും പറയുന്നൊരു സംഭവമാണ്, ഇപ്പോൾ ജോലി ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വീട്ടിൽ ജോലിയുള്ള വീട്ടമ്മമാരാണെങ്കിൽ പോലും അവർ പറയുന്നൊരു പ്രശ്നമാണ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഇപ്പുറത്തെ ജോലി വരുന്നു, അപ്പോൾ പഠിത്തം പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു അക്ഷയ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത്, അല്ലേ? വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത്. ഈ രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് വേണമെന്നൊരു ആവശ്യം നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. അല്ലാതെ നമുക്ക് ജോലി ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ക്ഷീണമാണ്, ഇനി ഇന്ന് കഴിയട്ടെ നാളെ കഴിയട്ടെ എന്ന് പറഞ്ഞ് തള്ളി നീക്കാൻ നിന്നാൽ നമ്മുടെ സമയം തന്നെ ഇല്ലാതാവും. പോയ സമയം തിരിച്ചു കിട്ടത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഉള്ള സമയം മാക്സിമം യൂസാക്കി അതിലൊരു സമയം കണ്ടെത്തും. എങ്ങനെയായാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ടൈം ടേബിൾ ഉണ്ട് എന്നുള്ള ആ ടൈം ടേബിൾ ഞാനത് കവർ ചെയ്തിട്ടേ അത് എത്ര തിരക്കുണ്ടെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെല്ലാം ജോലി ഉണ്ടെങ്കിലും ആ ഒരു ടൈം ടേബിൾ കവർ ചെയ്യണം എന്നുള്ളൊരു മനസ്സിലുള്ളത് കൊണ്ട് എങ്ങനെയായാലും അത് കവർ ചെയ്യും. ഇനി ഇൻ കേസ് അതിനകത്ത് ഒരു കുറച്ച് ടോപ്പിക് കൂടെ ബാക്കി കവർ ചെയ്യാനുണ്ടെങ്കിൽ അത് തീർത്തിട്ടേ പിറ്റേത്തേം കവർ ചെയ്യും. നമ്മള് സമയം കണ്ട അല്ല, നമ്മളൊരിക്കലും കൂട്ടി നമ്മളത് പറ്റത്തില്ല. കറക്റ്റ് ആയിട്ട് ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ വേണമെങ്കിൽ നടക്കും. ഇപ്പൊ ഒരു ജോലി ആയിരുന്നാലും വീട്ടമ്മയായിരുന്നാലും നമുക്ക് വേണമെങ്കിൽ ചക്ക വേരുമേക്കായിക്കും എന്ന് പറയുന്നോട്ട് ആവശ്യം നമ്മുടേതായിരിക്കണം. ആവശ്യം നമ്മുടേതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു വിജയത്തിന്റെ ഇതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഈ അക്ലോറയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കേറ്ററ്റിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ LP UP ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, പിന്നെ ഇന്റർവ്യൂ ക്ലാസ്സസിലും ഉണ്ടായിരുന്നു. സോ ഈ ഒരു വിജയത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എത്രത്തോളമായിരുന്നു അക്ലോറയുടെ ഹെൽപ്പ് എന്നൊന്ന് പറയാമോ? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനിത് വേണ്ട നിർത്താം എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്നപ്പം അവസാനമായി ഒന്നും കൂടെ നോക്കാൻ വേണ്ടി കേറ്ററ്റിന് അക്ലോറ ചേർന്ന ആളാണ് ഞാൻ. അപ്പം അക്ലോറയിൽ ചേർന്ന് കേറ്ററ്റ് കിട്ടിയപ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെയാണ് ആദ്യം പറഞ്ഞത് നമുക്ക് PSC വേണം, PSCയുടെ ക്ലാസ് തുടങ്ങണമെന്ന് സാറിൻ്റെ ഞാനാണ് പറയുന്നത്. കാരണം അത്രയും വളരെ നല്ല ക്ലാസ്സും, അതുപോലെ ക്ലാസ്സിലുപരി നമുക്ക് ഒരു ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ പൊതുവെ എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ആ പ്രയാസത്തിൽ നിന്ന് നമുക്കൊരു ഓൺലൈൻ ക്ലാസ് ആണ് തോന്നാതെ ഒരു ഓഫ്ലൈൻ ക്ലാസ് പോലെ നമ്മൾ സാറിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടി സാറിന് മുമ്പിൽ ഇരിപ്പുണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാ ക്ലാസ്സും അതിനകത്ത് ഉള്ളത്. അതിലുപരി അതിനകത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നാൽ പരീക്ഷയ്ക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറെ കോഡുകളും കുറെ കണക്ഷൻസും എല്ലാമായിട്ട് വളരെ സിമ്പിൾ ആക്കി, അല്ലെങ്കിൽ ഒരു ചെറു കഥ രൂപത്തിലൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒരുപാട് ബൈഹാർട്ട് ആവും. നമുക്ക് ആ ഒരു കോഡ് വെച്ചതുകൊണ്ട് നമുക്ക് അതിനകത്ത് എത്തിച്ചേരാൻ പറ്റും മിക്കുള്ളതിന്റെ ആൻസർ. അപ്പം വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് അക്ലോറ. ഇന്ന് ഈ പൊസിഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അക്ലോറയാണ് മെയിൻ ആയിട്ടുള്ള. ഒരുപാട് സന്തോഷം. അപ്പൊ ഈ ഒരുപാട് നാള് പരിശ്രമിച്ച്, ഇപ്പൊ കേറ്ററ്റ് ആയിരുന്നാലും LP UP ആയിരുന്നാലും ഒരുപാട് നാള് പരിശ്രമിച്ച് കിട്ടാത്ത കുട്ടികളോട് എന്താണ് അക്ഷയ്ക്ക് പറയാനുള്ളത്? എല്ലായിടത്തും പറയാനുള്ളത്, നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. അതുപോലെ ഏതൊരു ക്ലാസ് ആണെങ്കിലും നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. ക്ലാസ്സുകൾ ഓൺലൈനാണ്, നമ്മളെ ആരും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ് പെൻഡിങ് ഇടാൻ സ്വയം കറക്റ്റ് ഫോളോ ചെയ്യുക. അല്ലാതെ നമുക്ക് അല്ലെങ്കിൽ ക്ലാസ് അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കാതെ ആദ്യം നമ്മളെ തന്നെ ചിട്ടപ്പെടുത്തുക, ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുക ആ ഒരു രൂപത്തിൽ. എന്തായിരുന്നാലും ഒരുപാട് സന്തോഷം. ഇനി ഭാവിയിൽ എന്താണ്, ഈ UP തന്നെ നിൽക്കാനാണോ അതല്ല ഇനി ഉന്നതമായിട്ടുള്ള പഠനത്തിലേക്ക് പോകാനാണ്? ഉന്നതമായ പഠനത്തിലോട്ട് പോകണം എന്നാണ് ആഗ്രഹമുള്ള ചിന്ത. ഇപ്പൊ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ പേര് ഗവൺമെന്റ് UPS പോത്തങ്കോട്. ഓക്കെ. സ്കൂൾ നല്ലതാണ്, സ്റ്റാഫ് നല്ലതാണ്, HM നല്ലതാണ്, എല്ലാവരും വളരെ നല്ലതാണ്, കുട്ടികളെ നല്ലതാണ്.
ചുറ്റുപാടുള്ള PTA-ക്കാരും എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു വിജയത്തിന്റെ എന്താണ് കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു, കാരണം അത്രയും റാങ്ക് ലിസ്റ്റ് ആണ്, അതാണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷത്തോടെ, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.